ഇപ്പൊ അറ്റ്മോസ്ഫിയർ ഡോക്ടേഴ്സിന് തന്നെ ഇപ്പൊ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് മറ്റു പ്രൊഫഷനുകളെ മാതിരിയല്ല, ഭയങ്കര ഡിഫറെന്റാ. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ വരുന്നത് കൃത്യമായ ശരീരങ്ങളാണ്, രോഗികളാണ്. അപ്പൊ അവരോടുള്ള കമ്മിറ്റ്മെന്റ് എന്നുള്ളത് അത് നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുന്ന കാലം തൊട്ടിട്ട് തന്നെ നമുക്കറിയാലോ, നമ്മൾ ഇടപെടാൻ പോകുന്നത് ഇന്ന ആളുകളുടെ ഇന്ന രീതികളിലാണെന്ന് അറിയുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. എന്നിട്ടും ഈ ഇത്തരം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഒരു കണ്ടംപററി, അതായത് അവരോടൊപ്പം പഠിച്ച ഒരാള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവർ കിട്ടുന്നതിന്റെ ചിലപ്പോ പകുതിയോ അല്ലെങ്കിൽ 1/3 ശമ്പളമേ സർക്കാർ സംവിധാനത്തിൽ കിട്ടുന്നുള്ളൂ. പക്ഷെ സർക്കാർ സംവിധാനം നൽകുന്ന മറ്റ് ചില ആർഭാടങ്ങളുണ്ട്. ഒന്ന്, ഒരു ടീം വർക്ക്. മിക്ക ഡിപ്പാർട്ട്മെന്റിലും വലിയൊരു ടീമാണ്. അപ്പോ റെസ്പോൺസിബിലിറ്റി, സ്ട്രെസ് വളരെയധികം കുറവായിരിക്കും. ഒന്ന്. രണ്ട്, കുറച്ചുകൂടെ ഫ്രീഡം, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഫ്രീഡം കുറച്ചുകൂടി കിട്ടും എന്നുള്ളതാണ്. മൂന്നാമത്തേത്, തീർച്ചയായിട്ടും ആ ഒരു കമ്മിറ്റ്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഒരു എന്താ പറയാ, ഒരു സോഷ്യൽ സർവീസിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആനന്ദം, അതെന്തായാലും ഒരു തീർച്ചയായിട്ടും ഉണ്ടാവും. ആളുകളുടെ മുഖത്ത് നിന്ന് സന്തോഷം, അവരുടെ നന്ദി ഒക്കെ തന്നെയും നമ്മളെ പ്രലോഭിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില ആളുകൾക്ക് ചില അവസ്ഥയിൽ മാറി സാമ്പത്തികം പ്രധാനമായിട്ട് വരുമ്പോൾ ഓരോരുത്തരുടെയും ജീവിതാവസ്ഥ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, അപ്പോഴാണ് വിട്ടുപോകുന്നത്. പക്ഷെ പലരും 1-2 വർഷത്തിന് ശേഷം ഈ സിസ്റ്റമാണ് നല്ലതെന്ന് തിരിച്ചു വരാറുണ്ടെന്നുള്ളതാണ്.